ഹായ് നമസ്കാരം. മലയാള സിനിമയും സിനിമയുടെ അമ്മയും അമ്മയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താഴേക്ക് നോക്കി ചിത്രം വരയ്ക്കുന്ന ചേട്ടനും മേലേക്ക് നോക്കി മച്ചിന്റെ ഭംഗി ആസ്വദിക്കുന്ന ഇക്കയും രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുന്ന ജനപ്രിയ നായകനും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഴ്ചയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ മലയാളിയായിട്ടുള്ള ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂറിനപ്പുറത്തേക്ക് സിനിമ എന്നത് ജീവിതത്തിൽ ഒരു വിഷയമല്ല എന്നിരിക്കെ ഇതാണ് നിങ്ങളുടെ വിഷയം, നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തകൾ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ കണ്ടതിന്റെ കൂട്ടത്തില് പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടൻ ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവന ശ്രദ്ധിച്ചു. ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞത് മലയാള സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടേണ്ടി വരുന്ന നടിമാര് ഇന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർ പണ്ടായിരുന്നു, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ല സിനിമയിൽ എന്ന് പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേജിൽ അവരൊരു പോസ്റ്റ് ഇട്ടിട്ട് കണ്ടു, ഇന്നസെന്റ് സാറേ അങ്ങനെയൊന്നല്ല സംഭവങ്ങൾ, ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്, ഇപ്പോഴും പുതുമുഖ നടിമാര് ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് സംഭവങ്ങളും കണ്ടപ്പോ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലും മലയാള സിനിമയിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് കുതിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറച്ചു പേര് പരിചയക്കാരായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അവരിൽ ചിലർ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട ആൾക്കാരാണ് എന്ന വ്യക്തമായിട്ടുള്ള അറിവുള്ളതുകൊണ്ടും ചെറിയൊരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയുന്ന ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ വരെ സിനിമ എന്നത് സ്വപ്നം കണ്ടിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോ ഈ ഒരു പോസ്റ്റോടെ എന്തായാലും എന്റെ സിനിമാ മോഹങ്ങള് പൊലിഞ്ഞതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇനി മലയാള സിനിമയുടെ വെള്ളി വാതിലുകൾ എനിക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹൃദയപൂർവ്വം നന്ദി ടാറ്റ പറഞ്ഞുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. എന്റെ ഒരു സുഹൃത്ത് ഇപ്പോ പുള്ളിക്കാരി മോഡലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരി ഒരുപാട് കാലമായിട്ട് സിനിമ എന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോ പുള്ളിക്കാരിക്ക് അവസാനം ആഗ്രഹ സഫലീകരണം എന്നോണം ഒരു സിനിമയിൽ നിന്നൊരു വിളി വരികയുണ്ടായി. മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു സിനിമയിൽ കുട്ടിക്ക് നല്ല റോള് കിട്ടുകയുണ്ടായി. അപ്പൊ ആ റോള് വന്നപ്പോ തന്നെ ഞാനൊരു നടിയാവാൻ പോവാണെന്നുള്ള അഹങ്കാരമൊക്കെ പുള്ളിക്കാരി കാണിച്ചു തുടങ്ങി. ഞാൻ അന്നേ പറഞ്ഞു നീ അധികം അഹങ്കരിക്കുന്നു വേണ്ട. പക്ഷെ പുള്ളിക്കാരി എന്തായാലും നമ്മളൊരു അംഗീകാരമൊക്കെ കിട്ടുമ്പോ എന്തായാലും അതിന്റെ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം പുള്ളിക്കാരിയെ ഡിന്നറിന് വിളിച്ചു കുറെ അണിയറ പ്രവർത്തകർ. ഇങ്ങനെ ആ ഡിന്നറിൽ വെച്ചിട്ട് നമ്മളൊക്കെ നിറഞ്ഞു കാണുന്ന ഒരു താരം, മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം, എല്ലാ സിനിമയിലും ഉണ്ടാവുന്ന ഒരാള് ഈ പെൺകുട്ടിയെ പരിചയപ്പെടാൻ വരികയും പെൺകുട്ടിയെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ഈ സിനിമയിലേക്ക് നിനക്ക് സ്വാഗതം, ഇതൊരു തുടക്കം ആണ്, ഇനി ഒരുപാട് വലിയ വേദികളിൽ നീ എത്തും, ഒരുപാട് നിലകളിലേക്ക് നീ എത്തും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് അവസാനം പറഞ്ഞു ഈ സിനിമ എന്ന് പറയുന്നത് നിനക്കൊരു തുടക്കമാണ്, അപ്പൊ ഇത് ഒരുപാട് പേർക്ക് കിട്ടാത്ത അവസരമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്, അപ്പൊ നീ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവേണ്ടി വരും എന്നുകൂടി പറഞ്ഞു. അപ്പോ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പുള്ളിക്കാരിക്ക് കാര്യമായിട്ട് അന്നറിയില്ലായിരുന്നു. നമ്മളിപ്പോ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്താ, ഇപ്പൊ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റ ബെഡ്റൂമേ ഉള്ളെങ്കിൽ വിരുന്നുകാരെ ബെഡ്റൂമിൽ കിടത്തിയിട്ട് നമ്മൾ സെൻട്രൽ ഹാളിൽ കിടന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ തൽക്കാലം നീ ഡ്രൈ അടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. ഇതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റിന് മലയാള സിനിമയിലെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കിന് വേറൊരു വലിയ അർത്ഥമുണ്ട്. അതായത് ഹോട്ടൽ മുറിയിൽ കൂടെ വന്ന് കിടക്കണം എന്നുള്ളതാണ് ആ അഡ്ജസ്റ്റ്മെന്റിന്റെ അർത്ഥം പോലും. അപ്പൊ പുള്ളിക്കാരിയോട് ഈ കാര്യം കുറച്ചു ദിവസത്തിനുള്ളിൽ മനസ്സിലായപ്പോ തന്നെ പുള്ളിക്കാരി പ്രതികരിച്ചു. പച്ചക്ക് തന്തക്ക് വിളിച്ചിട്ടാണ് ഇവള് പ്രതികരിച്ചത്. അപ്പൊ അതോടെ പുള്ളി വളരെ കൂളായിട്ട് ഈ നടൻ പറഞ്ഞു, മോളെ നീ ചൂടാവൊന്നും വേണ്ട, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് പകരം 10 പേര് വേറെ വരും, എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇതിൽ നിന്ന് ഒരാൾ എന്തായാലും സിനിമയിലേക്ക് വരികയും ചെയ്യും, നിനക്ക് എന്തായാലും ഈ സിനിമയിൽ സാധ്യതയില്ല, നീ വേറെ ട്രൈ ചെയ്തോളൂ, ബൈ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അതാണ് അവിടെ ആ ഒരു ഇടപാട് തീർന്നു. അപ്പോ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടാ, ഇത്തരത്തിലുള്ള നായക നടന്മാര് ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള വലിയ നിലകളിൽ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള നടന്മാര് ഇപ്പോഴും മലയാള സിനിമയിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാര് പുതുമുഖങ്ങളായിട്ട് വരുന്ന നടിമാരെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള നടന്മാരോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ നമ്മളൊന്നും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആളല്ല, എന്നാൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട നായക വില്ലൻ നടന്മാരെ, പ്രമുഖ നടന്മാരെ, നിങ്ങളോട് പറയാനുള്ളത് സിനിമ എന്നത് വലിയ സ്വപ്നമായിട്ട് കണ്ട് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കുട്ടിയെ പോലെ. അല്ലാതെ ഏതൊരു രീതിയിലെങ്കിലും സിനിമയിൽ കയറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്.
അപ്പൊ അവര് അഡ്ജസ്റ്റ്മെന്റിനല്ല എന്ത് പണ്ടാരത്തിനും തയ്യാറാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് അവരെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അവരതിനായിട്ട് വരുന്ന ആൾക്കാരാണ്. മറിച്ച് ആത്മാർത്ഥതയോടെ ഇതിനെ സമീപിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സിനിമകൾ പറയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ട വലിയൊരു സ്വപ്നത്തിന് ഭംഗം സംഭവിക്കുകയാണ് അവിടെ. അവര് ചിന്തിച്ചു വെച്ചിട്ടുള്ള വലിയൊരു ലോകത്തിന് വിള്ളല് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ അവിടെ. അപ്പൊ അത്തരത്തില് ഒരു കലാകാരിയുടെ ഹൃദയത്തിൽ പോറലേൽപ്പിച്ചിട്ട് നിങ്ങൾ നേടുന്ന ഒന്നും നേട്ടമല്ല എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ മലയാള സിനിമയില് ഈ പറഞ്ഞത് ഒരു അടച്ചാക്ഷേപമല്ല. നല്ല ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട്. നല്ല സംവിധായകര്, നല്ല നടന്മാര്, നല്ല തിരക്കഥാകൃത്തുകള്, അതുപോലെ തന്നെ എല്ലാ തരത്തിലും നല്ലതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. യാതൊരു തരത്തിലും കലയെ ചൂഷണം ചെയ്യാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അവരിലൂടെ നല്ല നടിമാർ ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഇത്തരത്തിലുള്ള ചില ആൾക്കാരും ചൂഷണത്തിനുള്ള വലയും വിരിച്ചിട്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ളതും മറ്റൊരു പരമമായിട്ടുള്ള സത്യമാണ്. എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമാ സംഘടനകൾക്കും സിനിമാ പ്രവർത്തകർക്കും നല്ല ഒരു നാളെ ഉണ്ടാവട്ടെ. സിനിമയിൽ നിങ്ങളെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ നിത്യജീവിതത്തിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശ കൂടി പങ്കുവെക്കുന്നു. ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം RJ സൂരജ്. നന്ദി, നമസ്കാരം.